നമ്മുടെ നാട്ടില് എല്ലാ എക്സിസ്റ്റിംഗ് ലോസ് ആൻഡ് എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് നാഷണൽ വിമൻസ് കമ്മീഷൻ രൂപീകൃതമായത് എനിക്ക് തോന്നുന്നു 1992 92 ജനുവരി 31. അപ്പോ സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 45 വർഷം കഴിഞ്ഞു വിമൻസ് കമ്മീഷൻ ഉണ്ടാവാനായിട്ട്. അപ്പൊ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അട്രോസിറ്റീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വൾണറബിൾ സെക്ഷൻസ് ആയിട്ട് എക്സ്ട്രീം വയലൻസ് അവർ ഫേസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ പറഞ്ഞ 45 വർഷവും കടന്നുപോയത്. അതിനു മുൻപും അപ്പോൾ ആ ഏതാണ്ട് അരനൂറ്റാണ്ട് എടുത്തു കേരളത്തിലൊരു സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 96 മാർച്ച് 14. ഏതാണ്ട് 20 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായപ്പോൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഒരു വിമൻസ് കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം ഇവിടെ ഉയർന്നു എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിലെ അത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നമ്മുടെ സൊസൈറ്റിയിലെ പാട്രിയാർക്കൽ നേച്ചറിനെ ഒന്ന് ഉറപ്പിക്കുക കൂടിയാണ്. കാരണം ഇക്കാലം അത്രയും പുരുഷന്മാർ അധീശത്വം വഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സ്ത്രീകളിലേക്ക് അത് സഞ്ചരിക്കുന്ന ഒരു 20 വർഷക്കാലത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ രാഹുൽ ഈശ്വർ സാറിനോട് പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് തന്നെ പറയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ശരിക്കും പുരുഷന്മാർക്കെതിരെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പോലും ഇത്ര പെട്ടെന്ന് തന്നെ ശബ്ദം ഉയർത്താനുള്ള കരുത്ത് ഈ സമൂഹത്തിൽ പുരുഷനുണ്ട്, അതേസമയം സ്ത്രീക്കതില്ല. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരക്കെതിരെ ശബ്ദം ഉയർത്തുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ പ്രശ്നം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോ കറന്റ് സിനാരിയോയിലുള്ള ഒരു വലിയ പ്രശ്നം നമ്മളെ മെൻ ഇൻവിസിബിൾ ആണ്. ഒരു റൈറ്റ്സും ഇല്ല. മാഡം ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് പോലീസ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നൊക്കെ പറയാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ പുരുഷന് ഈ പറയുന്ന പോലത്തെ ഒരു വ്യാജ പരാതി വന്നാൽ അല്ലെങ്കിൽ പുരുഷനെതിരെ ഉണ്ടാവുന്ന സ്ത്രീകളുടെ അതിക്രമങ്ങൾ ഉണ്ടായാൽ അതിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പൊ നമ്മളിവിടെ മെൻസ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആത്യന്തികമായിട്ട് മെൻസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല, ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സിറ്റിസൺ ഒരു സ്പേസ് ഉണ്ടാവുകയാണ്, ഒരു വോയിസ് ഉണ്ടാവുകയാണ്. ആ ഇൻവിസിബിലിറ്റി മാറി ഞങ്ങൾ വിസിബിൾ ആണ് എന്ന് പറയാൻ പുരുഷന്മാർക്ക് സാധിക്കും. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഭാര്യ സ്ത്രീയോട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട്, മാനസികമായിട്ടുള്ള അവസ്ഥ എങ്ങനെയുണ്ട്, ഹസ്ബൻഡ് അബ്യൂസീവ് ആണോ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കും. അതേസമയം നമ്മുടെ നാട്ടിലാണ് ആ ചോദ്യമെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് പുരുഷന്റെ പേരിൽ കേസ് എടുക്കുകയാണ്. അതേസമയം അവിടെ എങ്ങനെയാണ് ഹസ്ബൻഡിനെ വിളിക്കും. ഇവിടെ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഹസ്ബൻഡിനോടും ചോദിക്കും എങ്ങനെയുണ്ട് ജീവിതം, സുഖമായിട്ട് പോകുന്നുണ്ടോ, ഭാര്യയുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുകളുണ്ടോ, മാനസികമായി ടോർച്ചർ ചെയ്യുന്നുണ്ടോ, ഹൗ ഇസ് യുവർ മെന്റൽ സ്റ്റേറ്റ്, ഹൗ ഇസ് യുവർ ഫാമിലി ലൈഫ് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു നാട് മെൻ ആണോ വിമൻ ആണോ എന്നുള്ളതല്ല, സിറ്റിസൺ.